നമസ്കാരം. ഹിന്ദി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണെന്നറിയുമോ? മാത്ര തെറ്റുകൾ. ഒരു ചെറിയ ഇ ആയി മാറിയാൽ മീനിങ് തന്നെ മാറും. ഇന്ന് നമ്മൾ എല്ലാ പ്രധാന മാത്രകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയർ ആക്കാം. മാത്ര എന്താണ്? ഹിന്ദിയിൽ 13 സ്വർ അതായത് വോവൽസ് ഉണ്ട്. അവ കോൺസണൻറ്റിൻ്റെ കൂടെ ചേർന്നാൽ വരുന്ന ചിഹ്നമാണ് മാത്ര. ക പ്ലസ് ആ, കാ. ക പ്ലസ് ഇ, കി. ക പ്ലസ് ഇ, കീ. ഇവിടെ ചെറിയ മാറ്റമുണ്ടെങ്കിലും സൗണ്ട് ചേഞ്ച് ചെയ്യും. സൗണ്ട് കേട്ട് എഴുതാതെ കോപ്പി ചെയ്താൽ മിസ്റ്റേക്ക് ഉറപ്പ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാത്രയാണ് ആ കി മാത്ര. പല കുട്ടികളും അ പിന്നെ ആയും കൺഫ്യൂസ് ആവാറുണ്ട്. ഹിന്ദിയിൽ അ എന്ന ഷോർട്ട് സൗണ്ടാണ്, ആ ലോങ് സൗണ്ടാണ്. ക പ്ലസ് ആ, കാ. ന പ്ലസ് ആ, നാ. മ പ്ലസ് ആ, മാ. സൗണ്ട് നീളിയാൽ ആക്കി മാത്ര വരും. കറക്റ്റായി ആക്കി മാത്ര ഇടുന്നില്ലെങ്കിൽ അതിൻ്റെ മീനിങ് തന്നെ മാറുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ കൽ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ, അതിൽ നമ്മൾ കാൽ എന്ന് ചേർക്കുകയാണെങ്കിൽ അത് ടൈം എന്നുള്ള മീനിങ് ആയി മാറും. ബൽ ഇസ് സ്ട്രെങ്ത്, ബാൽ എന്ന് പറഞ്ഞാൽ ഹെയർ. അതുകൊണ്ട് ആക്കി മാത്ര ഇടുന്നത് ശ്രദ്ധിക്കണം. ഇപ്പോൾ രാം എന്നുള്ളൊരു പേരിൽ രാം പറയുമ്പോൾ രാ നീളുന്നു. അതുകൊണ്ടാണ് ആക്കി മാത്ര അവിടെ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ആവുന്ന മാത്രയാണ് ഈക്ക് മാത്ര. ഷോർട്ടായിട്ട് അത് കേൾക്കുകയാണെങ്കിൽ ഇ, ലോങ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ ഈ. കിതാബ് ഷോർട്ട് ഇ സൗണ്ട്. അതുകൊണ്ടിത് ആൽഫബറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വേണം എഴുതാൻ. കിതാബ്. ദിൻ, മിൽ ഇതെല്ലാം ആൽഫബറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ഇനി ലോങ് സൗണ്ടായിട്ട് കേൾക്കുന്നത് സീത, ദീപക്, മീൽ ഇതെല്ലാം സ്ട്രെച്ചിൽ കേൾക്കുന്നത് കൊണ്ട് ആൽഫബറ്റിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വേണം ഇതെപ്പോഴും എഴുതാൻ. മാത്ര കറക്റ്റായിട്ടിടുന്നില്ലെങ്കിൽ അതിലും മീനിങ് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ദിൻ എന്ന് വെച്ചാൽ ഡേ, അത് നമ്മൾ ദീൻ എന്ന് മാത്രമായിട്ടിടുകയാണെങ്കിൽ അത് പുവർ എന്ന് മീനിങ് ആക്കും. പില മീൻസ് മേക്ക് ദം ഡ്രിങ്ക്. പീല എന്നാവുമ്പോഴത്തേക്ക് അത് യെല്ലോ ആയി മാറും. ഈ മാത്ര ശ്രദ്ധിക്കണം. ഇനി വരുന്ന മാത്ര മിസ്റ്റേക്ക് എയും ഐക്ക് മാത്രയുടെ മിസ്റ്റേക്കാണ്. സോഫ്റ്റായിട്ട് കേൾക്കുന്ന സൗണ്ട് ഏക്ക് മാത്ര. കെ, കേല, സേബ്, ദേന ഇതെല്ലാം സോഫ്റ്റ് ഏൻ്റെ സൗണ്ടാണ്. ഇതിൽ ആൽഫബറ്റിൻ്റെ പുറത്തോട്ട് ഒരു ഏക്ക് മാത്രമേ വരത്തുള്ളൂ. ഇനി അടുത്ത ഐക്ക് മാത്ര. പൈദൽ, മൈദാൻ, ബൈറ്റ്, ബൈഗ്, സൈനിക് ഇതിലെല്ലാത്തിലും മൗത്ത് കുറച്ച് കൂടുതൽ തുറന്നിട്ട് വേണം ഇച്ചിരി സൗണ്ട് സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നത്. ഇതിൽ ആൽഫബറ്റിൻ്റെ പുറത്ത് 2 ഏക്ക് മാത്ര വരും. അതാണ് ഐക്ക് മാത്ര. ബൈറ്റ്, സൈനിക്, കൈസേ. ഒരു മാത്ര മാറിയാൽ മീനിങ് തന്നെ മാറും. അതുകൊണ്ട് സൗണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ബേൽ എന്ന് പറഞ്ഞാൽ ക്രീപ്പർ, ബയൽ എന്ന് പറഞ്ഞാൽ ഓക്സ്, മേൽ മീറ്റിംഗ്, മയൽ എന്ന് പറഞ്ഞാൽ ഡേർട്ടി. അടുത്ത് പഠിക്കാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ളത് വേറെ ഒരു മാത്ര മിസ്റ്റേക്കാണ് ഊക്കി മാത്ര. ഷോർട്ടായിട്ട് കേൾക്കുമ്പം ഊക്കി മാത്ര വരും. ലോങ് ആയിട്ട് കേൾക്കുന്നത് ഊക്കി മാത്ര. ഷോർട്ട് മാത്ര അത് ആൽഫബറ്റിൻ്റെ താഴെ തുടങ്ങി ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും പോയിൻറ്റ് ചെയ്യുന്നത്. ഊക്കി മാത്ര ലോങ് ആയിട്ട് കേൾക്കുന്ന സൗണ്ട് അത് ആൽഫബറ്റിൻ്റെ അടിയിൽ തുടങ്ങി താഴോട്ടായിരിക്കും അതിൻ്റെ എൻഡിങ് പോയിൻറ്റ്. സൗണ്ട് വേഗത്തിൽ തീരുവാണെങ്കിൽ അത് ഊക്കി മാത്ര. മുഖ്, സുൻ, ധുൻ ഇതെല്ലാം പെട്ടെന്ന് തീരുന്നത് കൊണ്ട് ഛോട്ടി ഊക്കി മാത്ര. സൗണ്ട് നീളുന്നതാണെങ്കിൽ ഊക്കി മാത്ര. ദൂധ്, സൂരജ്, ധൂൽ, ഭൂൽ ഇതെല്ലാം ബഡി ഊക്കി മാത്ര. മലയാളമിൽ പലപ്പോഴും ഷോർട്ട് ആൻഡ് ലോങ് ഡിഫറൻസ് ക്ലിയർ ആവാറില്ല. അതുകൊണ്ട് ഹിന്ദിയിൽ പ്രാക്ടീസ് വേണം. ഇനി മീനിങ് ഡിഫറൻസ്. ഒരു ചെറിയ മാത്ര ചേഞ്ച് ചെയ്താൽ മീനിങ് തന്നെ മാറും. സുഖ് എന്ന് വെച്ചാൽ ഹാപ്പിനെസ്, സൂഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ്. കുൽ ഫാമിലി, കൂൽ എന്നിടുവാണെങ്കിൽ അത് കൂളായിട്ട് മാറും. ഇനി നമുക്ക് ചന്ദ്രബിന്ദു എന്താണെന്ന് നോക്കാം. ചന്ദ്രബിന്ദു ഒരു നേസൽ സൗണ്ട് കാണിക്കുന്ന ചിഹ്നമാണ്. അക്ഷരത്തിൻ്റെ മുകളിൽ വരും.
എക്സാമ്പിൾ നോക്കാം. മാ മാത്രം പറഞ്ഞാൽ സിമ്പിൾ സൗണ്ട്. മൂക്കിലൂടെ സ്ലൈറ്റ് സൗണ്ട് ചേർത്ത് പറഞ്ഞു നോക്കൂ. മാ. അതിൽ ഡിഫറൻസ് നമുക്ക് കേൾക്കാം. കോമൺ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ചന്ദ്രബിന്ദുവിൻ്റെ മാ, ഹാ, ഗാവ്, സാംപ്, ആങ്ക്. ഒരു ചെറിയ ചിഹ്നം ചേഞ്ച് ചെയ്താൽ മീനിങ് തന്നെ മാറും. ചന്ദ് എന്ന് പറഞ്ഞാൽ ഫ്യൂ, ചാന്ദ് എന്ന് പറഞ്ഞാൽ മൂൺ, കഹ സെഡ്, കഹാ വേർ, ഹംസ് സ്വാൻ, ഹസ് ലാഫ്. ഇനി നമുക്ക് നോക്കാം അനുസ്വാർ എന്താണെന്ന്. അനുസ്വാർ ഒരു നേസൽ സൗണ്ട് മാർക്കാണ്. അക്ഷരത്തിൻ്റെ മുകളിൽ ചെറിയൊരു ഡോട്ട് പോലെ വരും. ഹാഫ് ന അല്ലെങ്കിൽ മാ പോലെയുള്ള നേസൽ സൗണ്ട് വന്നാൽ അനുസ്വാർ ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കാം. സംഗ്. ഇവിടെ നാ സൗണ്ട് മുഴുവൻ എഴുതുന്നില്ല, അനുസ്വാറാണ് ഉപയോഗിക്കുന്നത്. ഹാഫ് നാ സൗണ്ട് ഷോർട്ട് കട്ടായി അനുസ്വാർ കൊണ്ട് എഴുതുന്നു. വേറെ എക്സാമ്പിൾസ് നോക്കാം. അങ്ക്, സംഗ്, സന്ദേശ്, അന്ധേര, മന്ദിർ, സംഗീത്. നമ്മൾ എന്തിനാണ് അനുസ്വാർ യൂസ് ചെയ്യുന്നത്? ടൈം സേവ് ചെയ്യാൻ ഷോർട്ട് കട്ടായി ഡോട്ട് ഉപയോഗിക്കുന്നതാണ് അനുസ്വാർ. ഫുൾ കോൺസണന്റ് എഴുതാൻ പകരം ഷോർട്ട് കട്ടായി അനുസ്വാർ ഉപയോഗിക്കുന്നു. സംഗീത്. ഇതിൽ നമ്മൾ ഫുള്ളി നാ എഴുതുന്നതിൻ്റെ പകരം നമ്മളിതിൽ അനുസ്വാർ ചേർക്കുന്നു. ചന്ദ്രബിന്ദുവും അനുസ്വാർ എവിടെയൊക്കെ ചേർക്കണമെന്ന് നോക്കാം. ചന്ദ്രബിന്ദു നേസൽ സൗണ്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. അനുസ്വാർ ഹാഫ് ന അല്ലെങ്കിൽ മാ വരുമ്പോൾ യൂസ് ചെയ്യും. മാ. ഇതിൽ നേസൽ വോവൽ സൗണ്ടാണ് വരുന്നത്, അതുകൊണ്ട് ഇതിൽ ചന്ദ്രബിന്ദു വരും. സംഗ്. അതിൽ ഹാഫ് ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, അതുകൊണ്ട് ഇതിൽ അനുസ്വാർ വരും. മാത്രകളെല്ലാം മനസ്സിലായൊന്ന് നോക്കാൻ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് നോക്കൂ. ഹിന്ദി സ്പെല്ലിങ്സ് ഇംപ്രൂവ് ചെയ്യാൻ ലൗഡായി വായിക്കുക, സൗണ്ട് ശ്രദ്ധിക്കുക, മീനിങ് ഡിഫറൻസ് മനസ്സിലാക്കുക, സോഫ്റ്റ് വേഴ്സസ് സ്ട്രോങ് സൗണ്ട് തിരിച്ചറിയുക, ഡെയിലി റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുക. റെഗുലർ പ്രാക്ടീസ് ചെയ്താൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കുറയും. ഡിക്റ്റേഷൻ എഴുതുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്